ഈ സിനിമ ആദ്യം പോയത് അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാനല്ല കഴിഞ്ഞ ശേഷം ഫഹദ് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു എൻ്റെ അടുത്ത സിനിമ ഫഹദായിട്ട് തന്നെ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫഹദ് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ മീറ്റ് ചെയ്യുകയും പല കഥകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഞങ്ങളൊരു പ്രൊഡക്ഷനുമായിട്ട് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു, നമുക്കൊരു സിനിമ ഒരുമിച്ച് തന്നെ ചെയ്യാം. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കഥ എത്തിയില്ല. അങ്ങനെ ആലോചന നടക്കുന്നതിൻ്റെ ഇടയിലാണ് രാജേഷ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറയുന്നത്. അപ്പം ഇത് ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവം കൊണ്ടും ഈ ക്യാരക്ടറിൻ്റെ ഒരു ഏജ് വെച്ചിട്ടും ഫഹദിന് ചെയ്യാവുന്ന ഒരു സിനിമയല്ല ഇത് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് ഈ സിനിമ, ദിലീപേട്ടനാണ് ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾ. അങ്ങനെയാണ് ദിലീപേട്ടനിലേക്ക് എത്തുന്നത്. ഫഹദ് പറഞ്ഞു അല്ല, ലാലുവേട്ടൻ്റെ അടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓരോ സിനിമയ്ക്കും ഒരു ആക്ടർ ആപ്റ്റായിട്ട് തോന്നുമല്ലോ ഒരു കഥ കേൾക്കുമ്പോൾ. ഇപ്പോൾ ഫഹദിന് പറ്റുന്ന പോലുള്ളൊരു കഥാപാത്രമായിരിക്കില്ല ഇത് എന്നുള്ളത് കൊണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഈ കഥ കേട്ടിട്ട് ഇത് ഫഹദിന് പറ്റുന്ന കഥയാണോ എന്നല്ല ഞാൻ ആലോചിച്ചത്. ഈ കഥയ്ക്ക് പവിത്രന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആരാണ് നിങ്ങളുടെ മനസ്സിൽ എന്നാണ് ഞാൻ റൈറ്ററിൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞ പേരാണ്. അല്ലാതെ ഈ കഥയിലേക്ക് ഫഹദിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. ഫഹദിന് ഈ ക്യാരക്ടറും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലുള്ള പല ക്യാരക്ടറും ഫഹദിന്റെ നടൻ എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്തൊരാളാണ്. ഫഹദിന് ഏത് സിനിമയും ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കഥാപാത്രത്തിന്റെ അതിൻ്റെ ഒരു ഏജ് ഉണ്ട്. ആ ക്യാരക്ടറിന് നമ്മൾക്ക് അതിന്റെ എല്ലാ രീതിയിലും അത് സ്യൂട്ട് ചെയ്യുന്ന ഒരു ആക്ടർ ഉണ്ടാവും. അപ്പോൾ ദിലീപേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, ദിലീപേട്ടന്റെ ഒരു ആക്ടിങ് സ്റ്റൈല് ആ ഒരു ടെംപ്ലേറ്റ് വേറൊരു നടനില്ല. അദ്ദേഹത്തിന്റെ ഒരു ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം ചോദിച്ചു, ഒരു കമന്റ് കണ്ടിട്ട് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അത് ആ കഥാപാത്രം വരുമ്പോഴാണ്, നമുക്ക് അത്തരത്തിലുള്ള ഒരു കഥാപാത്രം വരുമ്പോഴല്ലേ നമുക്ക് അവിടെ ഫ്ലെക്സിബിൾ ആവാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പോലീസുകാരനായിട്ട് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് അവിടെ ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ല. അപ്പൊ അത് ഒരു കഥാപാത്രം വരണം അതുപോലെ. അപ്പൊ ഈ സിനിമ ദിലീപേട്ടൻ എന്ന് പറയുന്ന നടന് പൂർണ്ണമായിട്ടും സ്പേസുള്ള ഒരു സിനിമയാണ്. നമ്മൾ മുമ്പ് കണ്ട ദിലീപേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാനറിസംസും ബോഡി ലാംഗ്വേജ് ഒക്കെ അതുണ്ട്. പക്ഷെ എന്നാൽ പവിത്രനിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ചില സീനിൽ ദിലീപേട്ടൻ നടത്തത്തിൽ പോലും അങ്ങനെ ഞാൻ ദിലീപേട്ടൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇത് ഞാൻ കാണുമ്പോൾ, ഞാൻ എന്ന് പറയുന്ന ഡയറക്ടർ കാണുമ്പോൾ ഇത് പവിത്രനാണ്. അത് ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പവിത്രനിലേക്ക് ദിലീപേട്ടൻ എത്തുന്നത്. അപ്പോൾ ഓരോ ദിവസം ഷൂട്ട് നമ്മൾ തുടങ്ങിയുള്ള ദിവസങ്ങളിൽ എന്നോട് ചോദിക്കും, പവിത്രൻ ആവുന്നുണ്ടോ? കാരണം ഈ പവിത്രനിലേക്ക് എത്തുക എന്ന് പറയുന്നത് എനിക്കും അറിയില്ല പവിത്രൻ എങ്ങനെയാണെന്ന്. നമുക്ക് കുറെ ധാരണകളുണ്ട്. പവിത്രന് ഇത്രയും പ്രായമായിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഏജിൽ നിൽക്കുമ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല, പ്രണയം സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾക്ക് അത്യാവശ്യം നല്ല പിശുക്കുണ്ടാവും, ഭയങ്കര വൃത്തിയായിരിക്കും വീട്ടില്. കാരണം ഇനി ഇയാളുടെ പ്രണയം സംഭവിക്കുന്ന ഇയാൾ പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ എഴുത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഞാൻ പ്രാവശ്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇയാൾ എങ്ങനെ നടക്കും, അപ്പൊ ഇതൊക്കെ നമുക്ക് പിന്നെയാണ് അത് രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ ദിലീപേട്ടനാണ് ഈ ക്യാരക്ടർ ചെയ്യാൻ.